ലാൻഡ് പോകുന്നത് വിമാനത്തിലല്ലേ? അപ്പോ ആമസോൺ കാടുകളൊക്കെ കാണാമല്ലോ. മക്കളെ, നമ്മൾ നാളെ തന്നെ പുറപ്പെടും. ഈ നാട് നമുക്ക് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമേ അല്ല. മദ്യം, മയക്കമരുന്ന് ഇവയുടെയൊക്കെ വിളനിലമാണ് ഈ നാട്. മോളെ ലക്ഷ്മി, നീയാണ് മുതിർന്ന ആൾ. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ കാട്ടിലകപ്പെട്ടു പോയാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അരുവിയുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ അവിടെ നിന്നും ജലം ശേഖരിക്കാം. അതിൻ്റെ അരുവിലൂടെ നടന്നു ചെന്നാൽ ഏതെങ്കിലും ജനവാസമുള്ള സ്ഥലത്തെത്തിച്ചേരാം. മൃഗങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ചാൽ അവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാം. ഇനി എന്തെങ്കിലും കാരണവശാൽ ആരുടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടാൽ അവരെ അവിടെ ഉപേക്ഷിച്ച് ബാക്കിയുള്ളവർ രക്ഷപ്പെടുക. അമ്മ പറഞ്ഞതനുസരിച്ച് അമ്മയെ ഉപേക്ഷിച്ച് ഞങ്ങൾ നടക്കുകയാണ്. കഴിഞ്ഞ 40 ദിവസങ്ങളായി ഈ പുഴയുടെ കരയിലൂടെ നമ്മുടെ നാട് തേടി നടക്കുന്നു. എവിടെ എൻ്റെ നാട്? ഇനിയും എത്ര ദൂരം താഴണം? എവിടെ നിന്നോ ഒരു ശബ്ദം കേൾക്കുന്നത്? മക്കളെ, ഹെലികോപ്റ്റർ! ഇതാ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അതിജീവന പാഠം. ലോകം മുഴുവൻ ഭയത്തോടെ നോക്കിക്കാണുന്ന ആമസോൺ മഴക്കാടുകളിൽ ജലവും ജുവാൻ സോക്കോ പഴങ്ങളും മാത്രം കഴിച്ചുകൊണ്ട് അവർ 40 ദിവസങ്ങൾ ജീവിച്ചു. അമ്മയുടെ ജീവനറ്റ ശരീരം ഉപേക്ഷിച്ച് അവർ മുന്നേറി. അമ്മയുടെ ജീവനുള്ള വാക്കുകൾ അവരെ നയിച്ചു. ഈ വേളയിൽ പ്രിയ കൂട്ടുകാരോട് പറയാൻ ഇത്രമാത്രം: ചുറ്റുപാടുകൾ മനസ്സിലാക്കി ജീവിക്കൂ. നാം മുന്നേറും. നന്ദി, നമസ്കാരം.